ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ്. പച്ചക്കലയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ പച്ചക്കലയിൽ ഞാനൊരു പുതിയ കൗതുക വസ്തുവാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പുതിയ കൗതുക വസ്തു എന്ന് പറഞ്ഞാൽ നാം സാധാരണയായി ചെടികൾ വയ്ക്കാൻ ഉപയോഗിക്കുന്നത് പോട്ടുകളാണ്. സാധാരണ മൺചട്ടികളോ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളോ ആണ്. എന്നാൽ ഇവിടെ ചട്ടികളൊന്നുമില്ലാതെ നമുക്ക് വേസ്റ്റാക്കി കളയുന്ന മരത്തിൻ്റെ കട, ദ്രവിച്ച് കിടക്കുന്ന മരത്തിൻ്റെ ചില പീസുകൾ, അതിനകത്ത് ചെടി വെച്ച് പിടിപ്പിച്ച് നമ്മുടെ ഗാർഡൻ ഉദ്യാനം മനോഹരമാക്കുന്ന ഒരു ഗംഭീര സാധനമാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് കാണാം. ഇതുപോലെ വേസ്റ്റായി കിടക്കുന്ന നല്ല പൊത്തും പോതും ഒക്കെയുള്ള പോടുകളൊക്കെയുള്ള ഒരു മരമാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മരമാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാന്റർ ആയിട്ട് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഈ ഒരു ഉണങ്ങിയ മരം നല്ല ഭംഗിയുള്ള ഒരു പീസാണ്. നല്ലൊരു കലാവസ്തുവാക്കി നമുക്ക് ഇതിനെ മാറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നമ്മുടെ പ്ലാന്റർ, വുഡൻ പ്ലാന്റർ ഇത് തന്നെ ആക്കാം. ഇങ്ങനെ ദ്രവിച്ച് കുറേ ഭാഗങ്ങളൊക്കെ പോയി ഇതുപോലെ പോടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതിനകത്ത് നല്ല പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാം. നമുക്ക് ഗാർഡൻ സോയിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് മനോഹരമായിട്ട് വളരെ കൗതുകമുള്ള ഒരു വസ്തുവാക്കി നമുക്കിതിനെ മാറ്റാം. നമ്മൾ ഈ മരം വളരെ ഭംഗിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇതിനകത്ത് മുഴുവൻ ചെതലും പൂപ്പലും കണ്ണി കണ്ട കീടാണുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വൃത്തിയായിട്ട് കഴുകി ഒരു നല്ല ഒരു വുഡൻ്റെ പീസായിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ തന്നെ ഒരു കലയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പ്ലാന്റ് ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെടികൾ പ്ലാന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഡ്രിഫ്റ്റ് വുഡിൻ്റെ ഏറ്റവും ഒരു നല്ല ഒരു കാഴ്ചയ്ക്ക് ഭംഗിയുള്ളൊരു വ്യൂ ആണ്. നമ്മൾ ഗാർഡനിലായാലും എവിടെയായാലും ഇത് ഡിസ്പ്ലേ ചെയ്യുന്നിടത്ത് നമ്മൾ നല്ലൊരു ഭംഗിയുള്ള ഒരു പോർഷൻ കാണിക്കണം. അതിന് നമ്മൾ ഏതാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ഉള്ള ഭാഗം എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ പോടുകളിലൊക്കെ നമുക്ക് ഈർപ്പം പിടിച്ച് നിർത്താൻ വേണ്ടി കുറച്ച് ചകിരി, നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ചകിരി തൊണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തിയെടുത്ത ചകിരിയാണിത്. ഈ ചകിരി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ ഇതിനകത്ത് ചകിരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കുറച്ച് ഗ്രിറ്റ്, ചരൽ, ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. മണ്ണ് സ്റ്റക്കായി അതിൻ്റെ വേരുകളൊക്കെ ഉറഞ്ഞ് ജാമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചരലിടുന്നത്. ഈ ചകിരിയൊക്കെ സ്പോഞ്ച് പോലെ ഇതിനകത്ത് വെള്ളം പിടിച്ച് നിർത്താൻ ഉപകരിക്കുന്ന വസ്തുക്കളാണ്. നമ്മൾ എപ്പോഴെങ്കിലും വെള്ളം ഒരു ദിവസം നനയ്ക്കാനൊക്കെ വൈകി പോയാലും ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, സ്പോയിലാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ചകിരിയും ചരലും ഇതിനകത്ത് നിറച്ച് കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാ പോടുകളിലും നമ്മൾ മിശ്രിതം നിറച്ചു. ഇനി നമ്മുടെ പ്ലാന്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് റിബൺ ഗ്രാസിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. ഇത് വളരെ ഈസിയാണ് പിടിപ്പിക്കാൻ. കാഴ്ചയ്ക്കും വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇത് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇതിന് ക്ലമ്പായിട്ട് കിട്ടും. ഇതൊരു ചെറിയ പീസ് വെച്ചാലും ഇതുപോലെ ധാരാളം തഴച്ചു വളർന്ന് ഇളപൊട്ടി
ഒരുപാട് ചെനപ്പുകളുണ്ടായി ഇതുപോലെ കൂട്ടം കൂട്ടായി വളരും. ഇത് ഒരുപാട് വലുപ്പത്തിൽ വളരില്ല, വേരുകൾ അധികം താഴേക്ക് പോവില്ല. അതുകൊണ്ട് നമുക്കിത് വളരെ എളുപ്പമുണ്ട് ഇങ്ങനെയുള്ള വർക്കുകൾക്ക്. അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഗാർഡൻ സോയിൽ ഇട്ടിട്ട് നമുക്കിത് ഉറപ്പിക്കാം. മണ്ണ്, മണൽ, ചാണകപ്പൊടി ഓർ കമ്പോസ്റ്റ് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത മിശ്രിതമാണ് നമ്മുടെ ഗാർഡൻ സോയിൽ എന്ന് പറയുന്നത്. മരത്തിൻ്റെ വലിയ പൊത്തുകളുണ്ടാവും. നമ്മൾ അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ ഈ മിശ്രിതമെല്ലാം ആ പൊത്തിനുള്ളിൽ കൂടെ ഊർന്നിറങ്ങി പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടാവും. അങ്ങനെ പുറത്തേക്ക് അതിൻ്റെ ഹോളുണ്ടെങ്കിൽ നമ്മൾ ചകിരി വെച്ചിട്ട് അടയ്ക്കണം. ചകിരി നാര് വെച്ചിട്ട് അങ്ങനെയുള്ള ഹോളുകൾ, ഇവിടുന്ന് പോകുന്ന ഹോള് താഴെ കൂടി പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ഹോളാണെങ്കിൽ കുഴപ്പമില്ല, എക്സസ് വരുന്ന വാട്ടർ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് പോയിക്കോളും. പക്ഷേ വലിയ ഹോളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഈ മിശ്രിതം മുഴുവൻ പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ ചകിരി അതിനുള്ളിൽ വെച്ച് ഫില്ല് ചെയ്യണം. ചകിരി വെച്ച് ഫില്ല് ചെയ്താൽ വെള്ളം മാത്രമേ പോവുള്ളൂ, സോയിൽ പോവില്ല. മരത്തിൻ്റെ പോടുകളിലെല്ലാം നമ്മൾ ഗാർഡൻ സോയിൽ വെച്ച് ഫില്ല് ചെയ്തു. ഏകദേശം നമ്മുടെ പ്ലാന്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ഭാഗം ഇത് തന്നെയായിരിക്കും. ബാക്ക് സൈഡ് ഇതാണ്. നമുക്ക് ഈ ഭാഗത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെടികൾ നമുക്ക് ഇവിടെ വെച്ച് ഫില്ല് ചെയ്യാം, ഈ മണ്ണ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അതല്ല നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മതി. ഇനി ഇത് വളർന്ന് ഒരുപാട് ഇതിനകത്തൊക്കെ ഫില്ലായി വരും. ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ എല്ലാ ഗ്യാപ്പുകളും അടഞ്ഞ് നിറച്ച് വരും. പിന്നെ ഇത് മുകളിലേക്ക് പൊങ്ങി വരില്ല, വലിയ ചെടിയൊന്നും ആവില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ വലിപ്പം. പക്ഷേ ഒരുപാട് ചെനപ്പുകൾ പൊട്ടി ഇത് വലിയ കൂട്ടമായിട്ട് വരും. നല്ല കാഴ്ചയ്ക്ക് മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇത് ഇങ്ങനെ ഫില്ലായി വരുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിലൊരു നല്ല കലാവസ്തുവായി മാറും. നമ്മുടെ പ്ലാന്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഈ ചെടികളുടെ ലീഫിലൊക്കെ നിറയെ മണ്ണ് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് ചെറുതായിട്ട്, ഈ സോയിൽ നനവുള്ളതാണ്, അതുകൊണ്ട് വലിയ നനയുടെ ആവശ്യം ഇപ്പോൾ ഇല്ല. നമ്മളിതിൻ്റെ മിശ്രിതം ഡ്രൈ ആവാതെ സൂക്ഷിക്കണം. ഒരു ദിവസമോ 1-2 ദിവസങ്ങളിലോ, ചൂടുകാലത്താണെങ്കിൽ എല്ലാ ദിവസവും നനയ്ക്കുന്നത് നല്ലതാണ്. വർഷക്കാലത്താണെങ്കിൽ, മഴക്കാലത്താണെങ്കിൽ മഴയത്ത് വെച്ചാലും അപകടമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നല്ല കെയർഫുള്ളായിരിക്കണം. ഇത് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന, അഴുകി പോകുന്ന ഒരവസ്ഥ ഇതിന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴുകി പോകാതിരിക്കാൻ അധികം വെള്ളം ആവുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് കുറച്ച് മഴ അധികം കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. ചൂടുകാലത്ത് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. സാധാരണ ദിവസം പ്രതി വെള്ളമൊഴിക്കുക. പെട്ടെന്ന് അങ്ങനെ വാടി പോകുന്ന ചെടിയൊന്നുമല്ല. നല്ല ഭംഗിയുള്ളൊരു കലാവസ്തുവായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് ഒറ്റയ്ക്ക് ഡിസ്പ്ലേ ചെയ്യാം, ഗാർഡനുകളിൽ ഡിസ്പ്ലേ ചെയ്യാം. ചെറിയൊരു ടവറോ പില്ലറോ അല്ലെങ്കിൽ ഒരു പാറയോ അതിൻ്റെ മുകളിൽ നമുക്കിത് സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ്. ചെതിലും പായലും പൂപ്പലും പിടിച്ച് നമ്മുടെ പറമ്പിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഇതുപോലുള്ള ഉണങ്ങിയ മരങ്ങൾ നമുക്ക് നല്ല കലാരൂപമാക്കി മാറ്റിയെടുക്കാം. നമ്മുടെ ഗാർഡനിൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും ഇത്. നമുക്ക് ഗാർഡനിൽ ഫിക്സ് ചെയ്യാൻ പോവാണ് ഞാൻ.
ഇതുപോലെ നിങ്ങളെല്ലാവരും വീടുകളിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഈ മരത്തിൻ്റെ പീസ് എടുത്ത് ഇതുപോലെ പരീക്ഷിച്ച് നോക്കുക. നമ്മളിപ്പോൾ ചെയ്തെടുത്ത ചെറിയ ഡ്രിഫ്റ്റ് വുഡ് പ്ലാന്റർ നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഇനി അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി വലിയ ഒരു പ്ലാവിൻ്റെ കടയാണ് ഈ മരം. ഇത് ചതിൽ പിടിച്ച് ദ്രവിച്ച് പോയി കിടന്നിരുന്നതാണ്. ഇതിനകത്ത് നമ്മൾ പ്ലാന്റുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്ററാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാന്ററാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേസ്റ്റായി പോകുന്ന ധാരാളം മരത്തിൻ്റെ പീസുകളോ കടകളോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ കഴിയും. എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ, ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ എല്ലാ വീഡിയോസിലും ഉണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. നമ്മളുണ്ടാക്കിയ ഡ്രിഫ്റ്റ് വുഡ് പ്ലാന്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഞങ്ങൾ അടുത്തതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ബോൺസായി ചെയ്യാൻ വേണ്ടിയിട്ട്. മിക്കവാറും അടുത്തത് ഞങ്ങൾ ബോൺസായി ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ്.